എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിൻ ചാരേ പാർട്ട് 49. ഭദ്രൻ. എന്ത്? അയാളോ? ഒന്നില്ലെങ്കിലും അയാളുടെ മോനെന്ന സ്ഥാനത്ത് നിൽക്കുന്നവനല്ലേ ആരവ്? എന്തിനാ അയാൾ അവനെ കൊല്ലുന്നത്? അയാളുടെ പരമ്പര കൊണ്ടുപോകേണ്ടത് ആരവല്ലേ? അല്ലാതെ ആ ഭദ്രൻ ചത്തുപോകുമ്പോഴും ഈ കാണുന്ന സ്വത്ത് കൊണ്ടാണോ കുയിലേക്ക് പോകുക? വൈഷ്ണവി. കാരണം ഭദ്രന് വേണ്ടത് ഒരു പരമ്പരയല്ല, അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ച് കൂത്താടാൻ ഈ കാണുന്ന പണമെല്ലാം വേണം. അല്ലാതെ മുന്നോട്ടുള്ള ഒന്നും തന്നെ അയാൾക്ക് ആവശ്യമില്ല, അയാളത് നോക്കുന്നുമില്ല. പിന്നെ മുത്തശ്ശി, അവർക്ക് അവരുടെ മകൻ്റെ രക്തത്തിൽ പിറന്ന ഒരാൾ ഈ കുടുംബത്തിൻ്റെ അവകാശിയാകണം. അത് വൈശാഖാണല്ലോ. എല്ലാം അറിയുന്ന ആരവ് എന്തിനാ ഇവിടെ നിന്നത്? എല്ലാം ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും വരാമായിരുന്നു. വൈഷ്ണവി. അതെ, ഈ ഒരു ചിന്തയിൽ എത്തി നിൽക്കുമ്പോഴാണ് എല്ലാം അവസാനിച്ചത്. അതെങ്ങനെ? ആരവിന് അവൻ്റെ വീട് അത്രത്തോളം മടുത്തതും വൈശാഖ് പോലും അറിയാതെ ആ കമ്പനി അവൻ്റെ പേരിൽ എഴുതി. ആരവ് എല്ലാം അവസാനിപ്പിച്ചു. ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ആരവ് ഈ വീട്ടിൽ നിന്നും അവൻ്റെ ഒരു കൂട്ടുകാരൻ വഴി വിദേശത്തേക്ക് പോവാനായിരുന്നു പ്ലാൻ. അവിടെ പോയി അവനൊന്ന് രക്ഷപ്പെട്ടാൽ പെണ്ണ് ചോദിച്ച് ഞാൻ നിന്റെ വീട്ടിൽ വരുമെന്ന് അറിയിക്കാൻ വേണ്ടി ആ രാത്രി അവൻ ഹേമയെ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തി. പക്ഷേ അപ്പോഴാണ് ഹേമ ഗർഭിണിയാണെന്ന സത്യം അവൻ അറിയുന്നത്. അവൾ പോലും അന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കാര്യം അറിഞ്ഞത്. ഗർഭിണിയായ അവളെ തനിച്ചാക്കി എങ്ങനെ നാട് വിടുമെന്നറിയാതെ രണ്ടുപേരും വിഷമത്തോടെ ഒരു പാർക്കിങ്ങിൽ ഇരിക്കുകയാണ്. ആരവ് നന്നായി ചുമക്കുന്നുണ്ട്. വെള്ളം മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഹേമ അവിടെ നിന്നും മാറിയതും ഒരുപാട് ഗുണ്ടകൾ അവിടേക്ക് കടന്നു വന്നു. എന്താണ് കാരണം എന്ന് പോലും അറിയാതെ ആരവിനെ അവരെല്ലാം തല്ലി ചതച്ചു. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനോ തല്ലിനെ എതിർക്കാനോ അവന് അറിയില്ലായിരുന്നു. തല്ലി അവശനായ ആരവ് എന്തെങ്കിലും പറയും മുമ്പ് ഭദ്രൻ അവൻ്റെ പുറകിൽ നിന്നും കുത്തിയിരുന്നു. ഈ കമ്പനി ആർക്കും തരില്ലേ? തരണ്ട, ഇനി നിന്നെയും ആർക്കും വേണ്ട. ഭദ്രൻ. അത് കേട്ട് അവൻ ഞെട്ടലോടെ അയാളെ നോക്കി. നിങ്ങൾ എൻ്റെ അച്ഛനായിട്ട്? ആരവ് അതിന് ഒരു പുച്ഛച്ചിരി നൽകി. ഭദ്രൻ ദേഷ്യത്തിൽ ഒരു ഇരുമ്പ് കമ്പി വെച്ച് ആരവിൻ്റെ തലക്ക് തല്ലി അവിടെ നിന്നും കടന്നു പോകുന്നത് അന്ന് ഹേമ ശരിക്കും കണ്ടിരുന്നു. ഇരുട്ടിൻ്റെ മറവിലുള്ള അവളുടെ മുഖം അയാൾ കണ്ടില്ല. ആ വെള്ളം ഇട്ടെറിഞ്ഞ് അവൾ ഓടി വന്നേക്ക് അവരെല്ലാം പോയി കഴിഞ്ഞിരുന്നു. ഹേമ അത്രയും ബോൾഡും ധൈര്യവും നിറഞ്ഞ പെൺകുട്ടി ആയതുകൊണ്ടാണ് അവൾ ഇന്നും അവളുടെ മകന് വേണ്ടി അങ്ങനെ ജീവിക്കുന്നത്. എന്തൊരു ഫാമിലിയാണിത്! ഇവർക്ക് പണം പണം എന്നൊരു വിചാരം മാത്രമുള്ളൂ അല്ലേ? വൈഷ്ണവി. അതെ, അന്ന് ഹേമ ഡോക്ടറോട് പറഞ്ഞത് പ്രകാരം എനിക്ക് മുമ്പ് നടന്ന ഒന്നും തന്നെ ഓർമ്മയില്ല. തലക്ക് അടിയേറ്റതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു പോയെന്ന് പറഞ്ഞു. ആ ധൈര്യത്തിൽ ഭദ്രൻ എൻ്റെ മുമ്പിൽ നല്ല അച്ഛനായി നാടകം കളിക്കുന്നു. ആ ഓർമ്മയില്ലായ്മ എനിക്കൊരു സമാധാനമായിരുന്നു. ഇവിടത്തെ ഓരോന്നും പഠിച്ചെടുക്കാനുള്ള ടൈം എനിക്ക് അതിൽ നിന്നും കിട്ടി. ഒറ്റയടിക്ക് ഈ കമ്പനിയെല്ലാം തകർക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഓരോ കമ്പനിയും പതിയെ പതിയെ വൻ നഷ്ടത്തിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇവിടുത്തെ ഫുൾ സ്വത്തെടുത്താലും ആ നഷ്ടം വഹിക്കാൻ ഇവർക്ക് കഴിയില്ല. പിന്നെ ആ മുത്തശ്ശി ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഭദ്രനെ തള്ളി പറഞ്ഞു പോയത് എന്നെ പിണക്കിയാൽ ഞാൻ ആ കമ്പനി രക്ഷിക്കാനുള്ള ഐഡിയ ഒന്നും നൽകില്ല എന്ന ഭയത്തിലാണ്. പക്ഷേ ആര് വിചാരിച്ചാലും ഒന്നും ആകാൻ പോകുന്നില്ല. ഭദ്രൻ ഭയന്ന് അവൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇറക്കും. അവൻ എന്നല്ല എല്ലാവരും. അതാണ് എനിക്ക് വേണ്ടത്. അതിന് ശേഷമായിരുന്നു എൻ്റെ കളി. നീ നോക്കിക്കോ, ഇവിടുത്തെ ഓരോന്നും ഇവരുടെ കൈവിട്ട് പോകുന്നത് നമ്മൾ കാണും. എല്ലാം കൈവിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ബോംബ് ഞാനിവിടെ ഇടും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ബോംബ്.
അതും കൂടെ ഇട്ട ഞാനും നീയും ഇവിടെ നിന്നും ഈ നാടിനെ ഉപേക്ഷിച്ച് കടന്നു പോകും. യദു എല്ലാം പറഞ്ഞ് ഒരു പ്രതീക്ഷയോടെ യദു അത് പറഞ്ഞതും വൈഷ്ണവി സംശയത്തോടെ അവനെ നോക്കി. നീ അറിയാത്ത കുറച്ച് കളികൾ ഇവിടെ നടക്കുന്നുണ്ട് യദു. ഇതിപ്പോ കേട്ടത് വെച്ച് നോക്കുമ്പോ ഞാൻ ഇവിടെ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്തായാലും പണത്തിനു വേണ്ടി ആരവിനെ കുന്നില്ലേ, ആ ഇവരെയെല്ലാം പണമില്ലാതെ അങ്ങനെ തെണ്ടിക്കണം. വൈഷ്ണവി വരാൻ പോകുന്ന പൂരം നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അതെന്താ ആ കഥ? പറയാം. അമല രാത്രി ഒരു പോള കണ്ണടിച്ചിട്ടില്ല. ആ സെർവന്റ് എവിടെ പോയി? എല്ലാവരും അറിഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു ചിന്തയിൽ രാത്രി മുഴുവൻ തലക്ക് കൈവച്ച് ഭയന്നിരിപ്പാണ്. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഇത് ഞാൻ ആ തള്ളയോട് പറഞ്ഞാൽ അവരെന്നെ കൈയൊഴിഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ആ സെർവന്റ് എങ്ങനെ ഇവിടെ നിന്ന് പോയി? ഇന്നലെ അവർ മരണപ്പെട്ടതല്ലേ, എന്നിട്ട് ഇന്ന് എങ്ങനെ? രാത്രി തുടങ്ങിയ ചിന്ത രാവിലായിട്ട് പോലും അവൾക്ക് അവസാനിപ്പിക്കാനായിട്ടില്ല. ഇനി വേണ്ട, ഇവിടെ നിന്നിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ ആരവ് ഒന്ന് കെട്ടി. എന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത അവൻ ഇനി എന്ന് നോക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സ്വത്തിന് വേണ്ടി സ്വന്തം മകളെ മാറ്റിയ ഇവർ കാര്യം കണ്ടാൽ എന്നെ ഇറക്കി വിടില്ലെന്ന് ആര് കണ്ടു? വേണ്ട, ഒന്നും വേണ്ട. അവർ തരാനുള്ള പണവും വേണ്ട. ഇവിടെ നിന്നാലേ ഒരു പക്ഷേ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. അതും ആലോചിച്ച് അവളുടെ ഡ്രസ്സെല്ലാം അവൾ പാക്ക് ചെയ്തു. അമലേ, നീ ഇതെങ്ങോട്ടാ? വൈഷ്ണവിയുടെ ശബ്ദം അവിടെ കേട്ടതും അമല ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി. തുടരും.